നല്ല പഠിച്ച ഹരിലാൽ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത ഗ്രാമത്തിൽ കാർപ്പന്റർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ വിമല അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര ദൂരം നടന്ന് ജോലി ചെയ്യാനായി പോകുന്നു. നിങ്ങളുടെ കാലുകളൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ടാകും. ഇപ്പൊ എന്ത് ചെയ്യാനാ വിമല? നമുക്ക് എന്തെങ്കിലും ഒരു വൈറസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എന്നെങ്കിലും ഒരു ദിവസം ഇതെല്ലാം ശരിയാകും. ഇനി കാലമാണ് ശരിയാവുന്നത്. കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചിട്ടാണ് ജീവിതത്തിൽ 70 വർഷം വീണായിട്ട് പോയത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഹരിലാൽ തന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയി. അദ്ദേഹം വീട്ടിൽ നിന്നും കുറച്ചു ദൂരം പോയതേ ഉള്ളൂ. അപ്പോഴാണ് ഗ്രാമത്തലവനെ അദ്ദേഹം കണ്ടത്. ആ ഹരിലാൽ ചേട്ടാ, നിങ്ങളെന്താ രാവിലെ തന്നെ എവിടെ ജോലിക്ക് പോകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ? അതെ മുതലാളി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഹരിലാൽ ചേട്ടാ, കുറെ കാലമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. പറയൂ. ഹരിലാൽ നമ്മളുടെ ഗ്രാമത്തിലേക്ക് പുറത്തു പോയിട്ട് വരാൻ വേണ്ടി നമ്മളൊരു മല തന്നെ കടന്നിട്ട് വരണം. ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോയിട്ട് വരാൻ വേണ്ടി പല പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ എതിർക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഹരിലാൽ ചേട്ടാ, നമ്മുടെ ഗ്രാമത്തിന്റെ പേര് ഉഡൻ കഠോല. ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പേര് വന്നിട്ട് നിങ്ങളുടെ അച്ഛന്റെ കാലത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ മരത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു പറക്കും കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അതില് യന്ത്രങ്ങൾ വെച്ചിട്ട് കുറെ ജോലിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പറക്കും കട്ടിൽ പറന്നും ചെയ്തിട്ടുണ്ട്. ഞാനും ഇത് കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ അച്ഛൻ ആ കാര്യത്തിനെ പറ്റി പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. ഹരിലാൽ ചേട്ടാ, നിങ്ങളും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പുറത്തു പോയിട്ട് വരാനുള്ളത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഹരിലാൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ജോലിക്ക് പോയി. അദ്ദേഹം ദിവസം മുഴുവൻ തലവൻ പറഞ്ഞത് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ചേട്ടാ, എന്താ കാര്യം? ഇന്ന് നിങ്ങൾ എന്തോ വല്ലാതെ ആലോചിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഹരിലാലും തലവനും സംസാരിച്ച കാര്യം തന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നീ തന്നെ പറ, ഞാൻ എന്റെ അച്ഛനെ പോലെ തന്നെ ആ പറക്കും കട്ടിൽ ചെയ്യാൻ പറ്റുമോ? അതെ അതെ, എന്തുകൊണ്ടാ ചെയ്യാൻ പറ്റാത്തത്? അച്ഛന്റെ കഴിവ് തീർച്ചയായും കുട്ടിക്കും ഉണ്ടാകും. പിന്നെ എനിക്ക് നിങ്ങളുടെ കഴിവിൽ എപ്പോഴും നല്ല വിശ്വാസമുണ്ട്. നാളെ മുതൽ നിങ്ങൾ ജോലിക്ക് പോകണ്ട. ഈ ജോലി ചെയ്യാനായി ശ്രമിച്ചു നോക്കൂ. തന്റെ ഭാര്യ പറഞ്ഞത് കേട്ട് ഹരിലാലിന് അല്പം വിശ്വാസം വന്നു. അടുത്ത ദിവസം മുതൽ ഹരിലാൽ മുഴുവൻ വിശ്വാസത്തോടെ മരത്തിൽ പറക്കുന്ന കട്ടിൽ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ അച്ഛന്റെ പഴയ കോപ്പിയും ഉണ്ടായിരുന്നു. ഹരിലാൽ ആ കോപ്പി നോക്കി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. വിമല, ആ പറക്കും കട്ടിൽ ഞാൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്റെ അച്ഛൻ എഴുതിയ പേപ്പറിൽ തന്നെ അതിൽ ഞാൻ റെക്കകളും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എങ്ങനെ പറക്കും? അച്ഛൻ അതിൽ എന്താണ് എഴുതിയിട്ടുണ്ടോ വെച്ചാൽ, എപ്പോഴിതിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടോ അപ്പോൾ ഈ റെക്കകളൊക്കെ ഒരു എനർജി കിട്ടുമെന്നാണ്. എപ്പോഴീ എനർജി കാറ്റുകൊണ്ട് ചേരുന്നുണ്ടോ അപ്പോഴീ പറക്കുന്ന കട്ടിൽ പറക്കുമെന്നാണ്. അപ്പോൾ അതാണ് കാര്യമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇതിലിരുന്നു നോക്കാമല്ലോ. ഹരിലാലും വിമലയും ആ പറക്കുന്ന കട്ടിലിൽ ഇരുന്നു. അടുത്ത നിമിഷം തന്നെ പറക്കുന്ന കട്ടിൽ വേഗത്തിൽ പറക്കാൻ തുടങ്ങി. ഹരിലാൽ ആ പറക്കുന്ന കട്ടിലിൽ ഇരുന്ന് വേഗത്തിൽ തലവന്റെ വീട്ടിലേക്ക് ചെന്നു. എന്റെ പൊന്നു ഹരിലാൽ ചേട്ടാ, നിങ്ങൾ ചെയ്തത് വളരെ അത്ഭുതം തന്നെയാണല്ലോ. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഈ പറക്കും കട്ടിൽ വേഗം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കൂ മുതലാളി, ഇതൊന്നും അത്ര വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഈ പറക്കും കട്ടിലില് 2 റെക്കകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്നും സാധാരണ റെക്കകളല്ല. നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ ആ പേപ്പറിൽ എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലക്കാട്ടിൻ്റെ പുറകിൽ തന്നെ ഒരു കറുപ്പ് നിറത്തിലെ ഒരു ഗുഹയുണ്ടെന്നാണ്. ആ ഗുഹേൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ റെക്കകളുണ്ടെന്നാണ് പറഞ്ഞത്. മുതലാളി, ഞാൻ രാത്രി മുഴുവൻ ആ കല്ലുകളൊക്കെ പൊട്ടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് എനിക്ക് ഈ റെക്കകളൊക്കെ കിട്ടിയത്. ഏത് എങ്ങനെയോ ഹരിലാൽ ചേട്ടാ, ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പുറത്തേക്ക് പോവാനും വരാനും വേണ്ടി ഇനി ആർക്കും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. അന്നു മുതൽ ആ ഗ്രാമത്തിലുള്ള ആരെങ്കിലും പുറത്തു പോകണമെങ്കിൽ അവരാ പറക്കും കട്ടിലിരുന്ന് മലയുടെ മുകളിൽ വളരെ എളുപ്പത്തിൽ പറന്നു പോകും. ഒരു ദിവസം തലവൻ ഹരിലാലിനോട് പറഞ്ഞു,
ഹരിലാൽ ചേട്ടാ, ഒരേ ഒരു പറക്കും കട്ടിൽ വളരെ കുറവായിട്ടുണ്ട്. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഇന്നും കുറേ പറക്കും കട്ടിൽ ഉണ്ടാക്കണമെന്നാണ്. മുതലാളി, ഞാൻ ഒരു വയസ്സായ ആളാണ്. ഒരു പക്ഷേ ഞാൻ ഈ പറക്കും കട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അതിനുശേഷം എൻ്റെ ശരീരം വളരെ മോശമായി പോകും. ഒന്നും വിഷമിക്കണ്ട, ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ ആരൊക്കെയാണോ ഈ പറക്കും കട്ടിൽ ഉപയോഗിക്കുന്നുണ്ടോ, ഗ്രാമത്തിലുള്ള മലകൾ അവർ കടന്നു പോകുന്നുണ്ടോ, അവരതിന് പണം കൊടുത്തേ പറ്റുള്ളൂ. തലവൻ പറഞ്ഞത് കേട്ടിട്ട് ഹരിലാൽ ഒരുപാട് സന്തോഷിച്ചു. ആ ദിവസത്തിനു ശേഷം ആരൊക്കെയാണോ ആ പറക്കുന്ന കട്ടിൽ ഉപയോഗിക്കുന്നത് അവരൊക്കെ ഹരിലാലിന് കാശ് നൽകി. ഹരിലാൽ കുറച്ചു ദിവസത്തിനകം തന്നെ ഒരുപാട് പറക്കുന്ന കട്ടിലുകൾ ചെയ്തു. ചേട്ടാ, കുറച്ചു ദിവസത്തിനകം തന്നെ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞു അല്ലേ? മുൻപേ നമ്മൾ ഒരു കുടിലിൽ ജീവിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് എത്ര നല്ല വീടാ കിട്ടിയിരിക്കുന്നത്. അതെ വിമല, ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും നമുക്കൊരു വാരിസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വളരെ സന്തോഷമായിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ഗ്രാമത്തിൽ എത്ര കുട്ടികളുണ്ടോ അവരെല്ലാരും നമ്മുടെ കുട്ടികളാണ്. ഒരു ദിവസം ഹരിലാൽ ഒരു മലയുടെ അടിയിൽ ഗാന്ധങ്ങൾ എടുക്കാനായി ചെന്നു. അപ്പോഴാണ് ഗ്രാമം മൊത്തം അടക്കി ഭരിക്കുന്ന ഒരാളായ ബല്ലിയെ അവിടെ കണ്ടത്. നീ ഈ മഹഗോയന്റെ ഉള്ളിൽ എത്ര റെക്ക എടുക്കണോ നീ എല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി മുതൽ നിനക്ക് ഇവിടുന്ന് ഒരു റെക്ക എടുക്കാൻ പറ്റില്ല. നീ എന്താണ് പറയാൻ വരുന്നത്? ചില ദിവസങ്ങൾ മുമ്പാണ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത്. അതായത് ഈ സ്ഥലം എൻ്റെ അച്ഛൻ്റെ സ്വന്തമായ സ്ഥലമാണ്. അതുകൊണ്ട് ഇനി തൊട്ട് നീ ഇതിൽ നിന്ന് റെക്ക എടുക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഞാൻ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അതെല്ലാം നമ്മുടെ ഗ്രാമത്തിന് നല്ലതിനു വേണ്ടിയാണ്. ഒരു പക്ഷെ അതാണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ ജനങ്ങളെടുത്ത് നീ എന്തിനാ കാശ് വാങ്ങിക്കുന്നത്? പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ. ഹരിലാൽ വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോയി. ബല്ലിയുടെ കൂട്ടുകാരൻ സമ്പത്ത് ബല്ലിയോട് പറഞ്ഞു, ബല്ലിച്ചേട്ടാ, ഇങ്ങനെ മാത്രം ചെയ്താൽ കാര്യം നടക്കാൻ പോകുന്നില്ല. ഈ കിഴവൻ രാത്രിയായിട്ട് വലിയ പൈസക്കാരനായിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. ഇവന്റെ അച്ഛൻ വന്നിട്ട് ഈ പറക്കുന്നതിന്റെ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. നീ ആ കോപ്പി വന്നിട്ട് രാത്രി പോയി മോഷ്ടിച്ച് വന്നേക്ക്. പിന്നെ ഞാൻ രാത്രി പോയിട്ട് ആ പറക്കും കട്ടിലൊക്കെ എല്ലാം പൊട്ടിച്ചിട്ട് വന്നേക്കാം. പിന്നെ അതിനുശേഷം ഈ കാട്ടിലുള്ള റെക്ക എന്റേതാണ്. പിന്നെ അവന്റെ അച്ഛന്റെ ആ ഫോർമുലയും എന്റേതാണ്. ശരിക്കും നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു ബദലും ഇല്ല മുതലാളി. ബല്ലി തന്റെ കൂട്ടുകാരൻ സമ്പത്തിന്റെ സഹായം കൊണ്ട് രാത്രി പറക്കുന്ന കട്ടിലെല്ലാം തന്നെ പൊട്ടിച്ചു. പിന്നെ അന്ന് രാത്രി തന്നെ ഹരിലാലിന്റെ വീട്ടിനകത്ത് കയറി ആ കോപ്പിയും മോഷ്ടിച്ചു. അടുത്ത ദിവസം ആ ഗ്രാമത്തിൽ ആകെ കുഴപ്പമായി. എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാവുന്നേ ഇല്ല. നമ്മുടെ ഗ്രാമത്തിൽ നമുക്ക് വിരോധികൾ ആരാണ്? മുതലാളി, എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. നമ്മുടെ ഗ്രാമത്തിലെ എതിരി ആ ബല്ലി തന്നെയാണ്. അപ്പോഴാണ് ബല്ലി വളരെ അഹങ്കാരത്തോടെ അവിടേക്ക് വന്നത്. ബല്ലി, ഇന്നലെ നീ വന്നിട്ട് ഹരിലാലിനെ പറക്കും തട്ടെടുക്കാൻ സമ്മതിക്കാത്ത കാരണം എന്താണെന്ന് നീ പറയണം. കാരണം അതെന്റെ അച്ഛന്റെ സ്വത്തിലാണുള്ളത്. ഇന്ന് തൊട്ട് ഈ പറക്കും തട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഗ്രാമത്തിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ അതിന്റെ ഫോർമുല വന്നിട്ട് ഹരിലാലിന്റെ അച്ഛൻ്റെ അടുത്തല്ലേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ആ കോപ്പിയും ആരോ മോഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ഇതിന്റെ അർത്ഥം നീയാണോ അവരുടെ വീട്ടിൽ പോയി മോഷ്ടിച്ചത്? നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ആധാരമുണ്ടോ? ബല്ലി പറഞ്ഞത് കേട്ടിട്ട് തലവൻ മിണ്ടാതെയായി. ബല്ലി അന്നു മുതൽ ഹരിലാലിന്റെ കോപ്പി ഉപയോഗിച്ച് പറക്കും കട്ടിൽ റെഡി ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവനുണ്ടാക്കിയ പറക്കുന്ന കട്ടിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല. ശരി, അതൊക്കെ വിട്ടേക്ക് ബല്ലി ചേട്ടാ. ഈ കാര്യം നമുക്ക് നടക്കില്ല. നീയും പറഞ്ഞത് വളരെ ശരിയാണ്. ഗ്രാമത്തിൽ വീണ്ടും എല്ലാവർക്കും കഷ്ടം വരാൻ തുടങ്ങി. ഇതെല്ലാം ഹരിലാലിനെ കൊണ്ട് സഹിക്കാനായില്ല. അദ്ദേഹം ആ ഗ്രാമത്തിന്റെ ഒരു വശത്ത് സങ്കടത്തോടെ ഇരുന്നു. അപ്പോഴാണ് ഒരു ഭംഗിയുള്ള സ്ത്രീ ഹരിലാലിന് അടുത്ത് വന്ന് പറഞ്ഞത്, ആരാ സാർ നിങ്ങൾ എന്തുകൊണ്ടാ വിഷമിച്ചിരിക്കുന്നേ? ഹരിലാൽ തന്റെ ഗ്രാമത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആ പെണ്ണിനോട് പറഞ്ഞു.
ഇപ്പൊ നീ തന്നെ പറയും മോളെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനും എന്റെ അച്ഛനും വളരെ ഉറ്റ സുഹൃത്തുക്കളാണ്. ഞാൻ ഈ മലമ്പ്രദേശത്തിലെ ഒരു സമൂഹത്തിലുള്ള പെണ്ണാണ്. ഞങ്ങൾക്ക് മറഞ്ഞു ജീവിക്കുന്നതാണ് ഇഷ്ടം. ഞാനൊരു രഹസ്യം പറയട്ടെ. എന്റെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛന് പറക്കുന്ന കട്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചത്. പക്ഷെ ഇതൊക്കെ സംസാരിച്ചപ്പോൾ എന്താ പ്രയോജനം? വിഷമിക്കേണ്ട. ആ പറക്കുന്ന കട്ടിലിനേക്കാൾ വളരെ നല്ല പറക്കുന്ന കട്ടിൽ ചെയ്യാൻ എനിക്ക് പറഞ്ഞു തരാനാകും. പക്ഷെ ആ പറക്കുന്ന കട്ടിൽ സ്വർണം കൊണ്ട് ചെയ്ത പറക്കുന്ന കട്ടിലായിരിക്കും. ഈ രഹസ്യം ഞാൻ നിങ്ങളോട് തീർച്ചയായും പറയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ വയസ്സായ ആളാണ്. നിങ്ങൾക്ക് അത്യാഗ്രഹം തീരെയുമില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഭംഗിയുള്ള സ്ത്രീ ഹരിലാലിനെ മലയോരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂമി ഒന്ന് തോണ്ടി നോക്കിയേ. ഹരിലാൽ അവർ പറഞ്ഞ ആ സ്ഥലം കുഴിച്ചു നോക്കി. കുറച്ചു സമയത്തിനകം അവിടെ നിന്നും ഒരുപാട് സ്വർണം കിട്ടി. ഇപ്പോൾ ഈ സ്വർണം കൊണ്ട് നിങ്ങൾ ഒരു പറക്കുന്ന കട്ടിൽ തയ്യാറാക്കൂ. ഹരിലാൽ അതുപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഇരിക്കൂ. ഹരിലാൽ അതിലിരുന്നു. കുറച്ചു സമയത്തിനകം ആ പറക്കുന്ന കട്ടിൽ വളരെ വേഗതയിൽ പറന്നു. ഇത് വളരെ വേഗമായിട്ട് പറക്കുന്നുണ്ടല്ലോ. ഈ സ്വർണത്തിൽ ഗാന്ധവും നിറഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാനും ആകും. അന്നു മുതൽ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഹരിലാലിന്റെ സ്വർണ്ണ പറക്കുന്ന കട്ടിലിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. ആ പറക്കുന്ന കട്ടിൽ ക്ഷണനേരം കൊണ്ട് യാത്രക്കാരെ അവർ ചെല്ലേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കും. ഇത് കണ്ടിട്ട് തലവൻ ബല്ലിയോട് വന്നു പറഞ്ഞു, ബലി, നീ എന്റെ എല്ലാ ആലോചനയിലും നീ അതിൽ വെള്ളം ഒഴിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. നീയല്ലേ ആ ഹരിലാലിന് പറക്കും തട്ട് പറക്കാൻ വേണ്ടി ഐഡിയ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാനേ പോകുന്നില്ല. അവനത് തീർത്തു വെക്കുമെന്ന്, പിന്നെ പണക്കാരനാവുമെന്ന്. ഇപ്പനവൻ സ്വർണത്തിലാണ് ഈ പറക്കും തട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതിനുള്ള രഹസ്യം ഒരു കോപ്പിയിൽ അവൻ എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് രാത്രി നമ്മൾ ആ പറക്കും തട്ട് മോഷ്ടിച്ചിട്ട് മാർക്കറ്റിൽ അങ്ങ് വിറ്റിയേക്കാം. രാത്രി തലവൻ സമ്പത്ത് ബല്ലി ആ സ്വർണ്ണ പറക്കുന്ന കട്ടിൽ മോഷ്ടിക്കാനായി ഹരിലാലിന്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ അവർ ആ പറക്കുന്ന കട്ടിലിൽ കൈവച്ചതും തന്നെ അവരുടെ ശരീരം മൊത്തം തീ കത്താൻ തുടങ്ങി. ഹരിലാൽ ഇത് കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ആ ഭംഗിയുള്ള സ്ത്രീ അവിടെ വന്നു. ഈ പറക്കുന്ന കട്ടിലിൽ ഒരു സവിശേഷതയും ഉണ്ട്. ആരെങ്കിലും ഇതിനെ മോശമായ ചിന്തയോടുകൂടി തൊട്ടാൽ അവർ കത്തി ചാമ്പലാകുന്നതാണ്. കാരണം ഇത് ഒരു മാന്ത്രിക പറക്കുന്ന കട്ടിലാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്നും പോയി. തലവൻ ബല്ലി പിന്നെ സമ്പത്തിന് ശിക്ഷ ലഭിച്ചു.